ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ എന്ന പുസ്തകത്തിലെ ജീവലതയുടെ ജീവിത കഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. കഥയല്ല, ഇത് ജീവിതം തന്നെയാണ്. ജീവലതയുടെ ജീവിതം. അതാണ് ശ്രീലങ്കയിലെ കടലോര ഗ്രാമമായ കൊക്കടിച്ചോല. അവിടെ ഉണങ്ങിയ മരത്തിന്റെ ചില്ലയിൽ ബാക്കിയായ ഒറ്റയില പോലെ ഒരു സ്ത്രീയെ കാണുന്നില്ലേ? അവളാണ് ജീവലത. അവൾ ജീവിതം പറഞ്ഞിട്ടുണ്ട്. വംശീയ കലാപത്തിന്റെ കനലുകളിൽ നിന്ന് യുദ്ധവൈരത്തിന്റെ തീബോംബുകൾ വിഴുങ്ങുന്ന ശൈശവ ദൈന്യതയുടെ ശവപ്പറമ്പുകൾ തീർക്കുന്ന വർത്തമാനകാല ലോകം ഒറ്റ വാക്കും മുറിഞ്ഞു പോകാതെ അവൾ പറയുന്നത് കേട്ടേ പറ്റും. ജീവലതയുടെ ജീവിതം. ജീവലത ജനിച്ചതും വളർന്നതും വടക്കൻ ശ്രീലങ്കയിലെ ജാഫ്നയിലായിരുന്നു. അവിടെ നെൽവയലും തടവിൽ ചെങ്കല്ല് കൊണ്ട് കെട്ടിയ 2 നിലകളുള്ള മനോഹരമായി കൈലകൾ കുഞ്ചിരി നീട്ടിയ ശ്രീലങ്കൻ ഗ്രാമം. ഡോക്ടറാകാനായിരുന്നു അവൾക്ക് ആഗ്രഹം. അങ്ങനെ ഇരിക്കെ 1975 അവൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ശ്രീലങ്കയെ നടുക്കിയ സംഭവം നടന്നത്. അന്നായിരുന്നു ജാഫ്നയിൽ മേയറായിരുന്ന ദുലയ്യപ്പയെ തമിഴ് പുലിത്തലവൻ വേലപ്പിള്ള പ്രഭാകരൻ വെടിവെച്ചു കൊന്നത്. ആ സംഭവം ശ്രീലങ്കയുടെ ചരിത്രത്തെ മാത്രമല്ല, ജീവയുടെ സ്വപ്നങ്ങളെ കൂടിയായിരുന്നു കീഴ്മേൽ മറിച്ചത്. അതിനുശേഷം ശ്രീലങ്കൻ പട്ടാളം ജാഫ്നയിലെ ഗ്രാമങ്ങളെ തേപ്പാഴ്ച നടത്തി. സിംഹളന്റെ ചോരയ്ക്ക് മറുപടി കൊടുത്തേ പറ്റും. തമിഴനും സമാധാനത്തോടെ ജീവിക്കരുത്. ജീവയുടെ അച്ഛന് 2 കാലുകളും സിംഹളരായ കലാപകാരികൾ അടിച്ചു തകർത്തു. ആ സാധു മനുഷ്യൻ വൈകാതെ മരിച്ചു. അതിൽ മനംനൊന്ത് ജീവയുടെ ഏക സഹോദരൻ വീട് വിട്ടിറങ്ങി LTTയിൽ ചേർന്നു. 15 വയസ്സ് മാത്രം പ്രായമുള്ള ജീവയെ സിംഹളരായ കലാപകാരികൾ മാനഭംഗപ്പെടുത്തുമോ എന്ന ഭയത്താൽ ജീവയുടെ അമ്മ അവളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. എനിക്ക് കല്യാണമേ വേണ്ട, എനിക്ക് പഠിച്ച് പെരിയടാക്കിട്ടാവണം, അതാണ് എന്റെ ആശ. എന്നാൽ അവൾക്ക് തന്നെക്കാൾ ഇരട്ടിപ്രായമുള്ള ഒരാളുടെ ഭാര്യ വേണ്ടി വന്നു. അവൾക്ക് 2 ആൺകുട്ടികളും ഒരു മകളും പറഞ്ഞു. മൂത്ത മകൻ വേൽമുരുകൻ 8 വയസ്സാകുമ്പോഴേക്കും ശ്രീലങ്കയിൽ സിംഹളരും തമിഴരും തമ്മിലുള്ള വംശീയ യുദ്ധം ആരംഭിച്ചു. ഒരു ദിവസം ഉണക്കമീൻ വിൽക്കാൻ വേണ്ടി ചന്തയിൽ പോയ ജീവയുടെ അമ്മയെ സിംഹളരായ കലാപകാരികൾ ചവിട്ടിക്കൊന്നു. പിന്നീട് 3 വർഷം കഴിഞ്ഞപ്പോഴെപ്പോഴും ജീവയുടെ ഭർത്താവിനെയും കാണാതായി. അങ്ങനെ ജീവയും 3 മക്കളും ആ പഴയ വീട്ടിൽ തനിച്ചായി. 1987 ഓഗസ്റ്റ് മാസം 20-ാം തീയതി ജീവയ്ക്ക് മറക്കാൻ പറ്റാത്ത ദിവസമാണെന്ന്. അന്ന് വൈകുന്നേരം ജീവയെ എതിരേറ്റത് മകളുടെ ദയനീയമായ നിലവിളിയാണ്. പിന്നീട് ഒരിക്കലും അവൾ വേൽമുരുകനെ കണ്ടിട്ടേയില്ല. ചെങ്കൽ ചുവരുകളിൽ ആ കുഞ്ഞു വിരലുകൾ ചിത്രം വരച്ചതുമില്ല. അതാ നിധി പോലെ സൂക്ഷിക്കുന്ന വേൽമുരുകന്റെ പഴയ ഫോട്ടോയിലേക്ക് ഇപ്പോൾ അവൾ ഉറ്റുനോക്കുകയാണ്. തിളങ്ങുന്ന കണ്ണുകളും വലിയ ചെവികളുമുള്ള ഓമനത്തമുള്ളൊരു കുട്ടി. ജാഫ്ന
നമുക്ക് ചൈനക്കാരുടെ മുഖം കിടക്കുമായിരുന്നാൽ എவ்வளவு നന്നായിരിക്കും. എന്തിനാ മോനെ அவங்க എല്ലാവരെയും பார்த்தாൽ ഒരേ മാതിരി, നമ്മളേത് കമ്മായി പിടവ് കറുപ്പായി പോണത്. പ്രിയപ്പെട്ട മകനെ കൂടി നഷ്ടപ്പെട്ടതോടെ ജീവലതയ്ക്ക് ജീവിതമെടുത്തു. കിട്ടിയ വിലയ്ക്ക് വീടും സ്ഥലവും വിറ്റ് അവൾ മുക്കുവ ഗ്രാമമായ കൊക്കടിച്ചോടിയിലെത്തി. അവിടുത്തെ പ്രശസ്തമായ ഇടമാണ് കല്ലടിപ്പാലം. രാത്രി കാലത്ത് പാലത്തിനരികിൽ ചെന്നിരുന്നാൽ മത്സ്യങ്ങൾ പാട്ടുപാടുന്ന അപൂർവ സുന്ദരമായ അനുഭവം ഉണ്ടാകുമത്രേ. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളാണ് മീനുകളായി പുനർജനിക്കുന്നത് എന്നാണ് അവരുടെ വിശ്വാസം. കുഞ്ഞുങ്ങൾ അവരുടെ അമ്മമാരെ വിളിച്ച് കരയുകയാണത്രേ. ജീവ മകളെ അവിടുത്തെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തു. മകൾക്കന്ന് 10 വയസ്സായിരുന്നു, മകന് 3 വയസ്സ്. ജീവയെ പോലെ പഠിക്കാൻ മിടുക്കിയായിരുന്നവൾ. മണിമേഖല അമ്മയുടെ ആഗ്രഹം പോലെ ഡോക്ടറാകാൻ വേണ്ടി അവൾ നന്നായി പഠിച്ചു. അങ്ങനെയിരിക്കെ രോഷാകുലരായ ശ്രീലങ്കൻ ആർമി ഗ്രാമമേഖലയിലേക്ക് ഇരച്ചുകൾ. കണ്ണിൽ കണ്ടവരെയും ഓടാൻ ശ്രമിച്ചവരെയും എല്ലാം വെട്ടിവെച്ചുകൊണ്ടു. മരണത്തിൻ മണമുള്ളവർ രാജീവ് ഗാന്ധിയും പ്രേമദാസയും കൊല്ലപ്പെട്ട കാലം. LTT ലോകം മുഴുവൻ വെറുക്കപ്പെട്ട സംഘടനയായി മാറി. ഇന്ത്യയിൽ വിട്ട് മകളെ പഠിപ്പിച്ച് ഡോക്ടറാകാൻ ജീവ അതിയായി ആഗ്രഹിച്ചു. അങ്ങനെയിരിക്കെ സാധനങ്ങളുമായി പാർട്ടികളവയിൽ വരാറുള്ള ജീവയുടെ പരിചയക്കാരനായ ഒരു തമിഴൻ ഡ്രൈവർ മണിമേഖലയെ തന്റെ ലോറിയിൽ കയറ്റി മന്നാറിലെത്തിക്കാമെന്ന് സമ്മതിച്ചു. 4 കണ്ണുകൾ വേണ്ടുകിന്റെ വേലയാണമ്മ ഇത്. മണിമേഖല എനിക്ക് മകൾ താനേ, நான் அவளை பருந்துக்கும் குழந்தைக்கும் கொடுக்காம அங்கே கொண்டு சேர்ந்து அம்மா கவலைப்படாதோ. அம்மா, நான் போவது அம்மாவுக்கு சங்கடம் இருக்கா? அம்மா கவலைப்பட வேண்டாம், நான் படிச்சு பெரிய டாக்டராയി இங்கே ஒரு நாள் வருவேன். അവർ മകളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. മകളെ കയറ്റിവിട്ട ലോറി നിരത്തിലൂടെ അപ്രത്യക്ഷമാകുന്ന നേരം നോക്കി നിന്ന ശേഷം സമാധാനത്തോടെ കടൽക്കരയിൽ ചെന്നിരുന്നു. അവളുടെ അടിവയർ വേദനിച്ചു. ഒരിക്കൽ കൂടി മകൾക്ക് മുല കൊടുക്കണം നമ്മൾ അതിയായി ആഗ്രഹിച്ചു. മന്നാറിലെത്തിയെന്ന സന്തോഷ വാർത്തയുമായി ആ ഒരു ഫോൺ വിളിക്ക് മാത്രം വന്നില്ല. 3 ദിവസം ജീവ കാത്തിരുന്നു. ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഒരു കാര്യമുണ്ടായില്ല. 3-ാം ദിവസം വൈകുന്നേരം ആ വാർത്തയും എത്തി. മന്നാറിലേക്ക് പോകുന്ന ഹൈവേയുടെ അരികിൽ കുറ്റിക്കാടിനുള്ളിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് ആന്തരാവയവങ്ങൾ മുഴുവൻ തകർന്ന നിലയിൽ ഒരു കുഞ്ഞു ശരീരം. അത് മണിമേഖലയുടേതായിരുന്നു. തൊട്ടടുത്ത തമിഴൻ ഡ്രൈവറും വെടിയേറ്റ് മരിച്ചു കിടന്നിരുന്നു.
ദിവസം അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും തിരിച്ചു വരികയായിരുന്ന ഇളങ്കോയെ പുലികൾ അവരുടെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി. ജീവവൃക്ഷത്തിൽ നിന്നും ഇല ഓടിപ്പോയി. 2009 മെയ് 18. അന്നത്തെ പത്രങ്ങൾ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യവുമായാണ് പുറത്തിറങ്ങിയത്. കണ്ണുകൾ തുറന്ന നിലയിൽ വെടിയേറ്റ് വീണ് കിടക്കുന്ന വേലപ്പിള്ള പ്രഭാകരന്റെ ചിത്രം. താൻ സ്വപ്നം കണ്ട തമിഴീഴം കാണാതെ മരിച്ചു തീർന്നു അയാൾ. ചരിത്രത്തിൽ എന്തായിരുന്നു അവശേഷിച്ചത്? യുദ്ധത്തിന്റെ മുറിവുകൾ, അതിൽ നിന്നും വാർന്നൊഴുകിയ ചോരയും മഴക്കും, അതിനേക്കാൾ വെങ്ങുന്ന ഓർമ്മകളും. അമ്മ കാൽ പോണുനിലഞ്ഞൻ അനാഥാലയത്തിലിരിക്കാൻ ആരോ പറയുന്നത് കേട്ട് ജീവ ക്യാമ്പിൽ നിന്നും ഇറങ്ങിയോടി. ഓരോ അഭയാർത്ഥി ക്യാമ്പിലും അവൾ കയറി ഇറങ്ങി. കാൽ പോയ യുവാവ് തന്റെ മകനായിരിക്കുമോ? ഒടുവിൽ ഒരു കാൽ മുറിച്ചു മാറ്റി എഴുതി അവൾ ആ ചെറുപ്പക്കാരനെ കണ്ടു. അതവനായി അവളുടെ പ്രിയപ്പെട്ട ഇളങ്കോ. കണ്ടു നിന്നോർ കണ്ണു മുത്തേ, നെഞ്ചു പൊട്ടിക്കരഞ്ഞു. ദൂരെ നിന്നു സൂര്യൻ സങ്കടത്താലേ. കണ്ടു നിന്നോർ കണ്ണു മുത്തേ, നെഞ്ചു പൊട്ടിക്കരഞ്ഞു. ദൂരെ നിന്നു സൂര്യൻ സങ്കടത്താലേ. സിംഹള നേതാവ് രാജപക്സെയുടെ വേണ്ട അപ്പോഴും അവസാനിച്ചിരുന്നില്ല. ഓരോ ക്യാമ്പിലും കയറിയിറങ്ങി നടക്കുകയായിരുന്നു. താൻ കുറഞ്ഞു കാലം NDT ഭടനായിരുന്നെന്ന സത്യം തുറന്നു പറഞ്ഞ ഇളങ്കോയെ പുലികൾ വീണ്ടും പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ അടച്ചു. ഒടുവിൽ ഒരു സെപ്റ്റംബർ 2-ാം തീയതിയുടെ പ്രഭാതം ഏതോ അന്തേവാസിയുടെ ശബ്ദം. അമ്മാ, LTTക്കാർ കണ്ടിപ്പാകെ சேர்ந்த പുലികളെ വിടുതலை செய்ய തീരുമാനമായിട്ടത്. അതിലുൾപ്പെട്ടവരുടെ പേര് അന്ത വീരകേസരി ന്യൂസ് പേപ്പറിലിരിക്കമ്മാ. അതിൽ ഇളങ്കോയുടെ പേര് കണ്ടപ്പോൾ ജീവയുടെ ഹൃദയം തുടിച്ചു. ഏറെ നാളുകൾക്ക് ശേഷം ജീവ മനസ്സ് തുറന്നു ചിരിച്ചത് അന്നായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഇളങ്കോ വീൽചെയറിൽ ക്യാമ്പിൽ. അമ്മയും മകനും സന്തോഷത്തോടെ കൊക്കരച്ചൊല്ലിയിലെ തങ്ങളുടെ ചെങ്കൽ വീട്ടിലേക്ക് വന്നു. ജീവ തോറ്റുകൊടുക്കാതെ ഒരു സഹകരണ സംഘം തുടങ്ങി. മുറുകളും സിംഹളരും തമിഴും അടങ്ങുന്ന 200ഓളം സ്ത്രീകളുടെ ഉണ്ടായിരുന്നു. ഇളങ്കോ ചോരയിൽ കയറി തമിഴ് പുലികൾ വേട്ടയാടി ഒരു സിംഹള യുവതിയെ വിവാഹം കഴിച്ചു. ജീവലത ജീവിതം പറഞ്ഞെഴുന്നേറ്റ് കല്ലടിപ്പാലത്തിനടുത്തേക്ക് നടന്നു. എത്ര കോടാലികൾ വെട്ടിക്കുറിച്ചിട്ടും ഉണർന്നിപ്പോയില്ല പെൺമരം. വീണ്ടും വീണ്ടും കളർത്തു. കാലത്തിന്റെ മുറ്റത്ത് കരുത്തായി. പ്രിയനെ, കുക്കികളും മേത്തികളും പരസ്പരം കൊന്നൊടുക്കിയ മണിപ്പൂരിലെ ഗോത്രഗ്രാമങ്ങളിൽ, പലസ്തീനിൽ, ഗാസയിൽ, ജെറുസലേമിൽ, ഉക്രൈനിൽ, റഷ്യയിൽ എത്രയെത്ര ജീവലതമാരുടെ കണ്ണുനീര് വീണ്ടുണ്ടാവണം. എത്രയെത്ര മണിമേഖലമാരുടെ കുഞ്ഞു ശരീരങ്ങൾ ഉറുമ്പരിച്ചിട്ടുണ്ടാവണം. എത്രയെത്ര ഇളങ്കോവന്മാരുടെ കാലുകൾ മുറിഞ്ഞു തൂങ്ങിയിട്ടുണ്ടാവണം. ഈ വംശീയ കലാപങ്ങൾക്ക് എന്നാണ് അവസാനം? കഥ കേട്ട ലോകത്തിന് മുകളിൽ കഥകൾ പൂക്കുന്ന കാലം വരൂ, നമുക്കൊന്നിച്ചു പാടാം.